ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കുകയോ പരത്തിയെടുക്കുകയോ ഒന്നും വേണ്ട. അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മൈദ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുത്ത് ആ സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളവും മൈദയൊക്കെ നല്ല പോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയായിട്ടായിരിക്കും നമ്മുടെ ബാറ്ററി ഇരിക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ ചൂടായി വരണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയോ ഓയിലോ ഒക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ മാത്രം വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ. ഞാനിവിടെ കുറഞ്ഞ രീതിയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചെറിയ കട്ടിയോട് കൂടി തന്നെ ആയിരിക്കും. അപ്പോഴാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അതേ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു തവി വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഇതിന് കൂടെ നമുക്ക് കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മൈദ വെച്ചൊക്കെ എന്നും പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടും അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല പോലെ പൊങ്ങി നല്ല ബലൂൺ പോലെ ആയി കിട്ടും. അതുപോലെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ല പോലെ തന്നെ തവി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും പൊങ്ങി നല്ല പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതേ രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മൈദ വെച്ചിട്ടുള്ള ദോശ നല്ല പോലെ തന്നെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആവുന്ന ടൈമിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഈ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതേ ടൈമിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ദോശ റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ ഇതുപോലെ തവി വെച്ച് നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പെർഫെക്ഷനിൽ വരുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.